ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഇതേപോലെ എമ്പുരാൻ്റെ OTT കച്ചവടം കിങ് ഓഫ് കൊത്തയ്ക്കും താഴെയാണ് വിറ്റുപോയതെന്ന്. അതിൽ പല കമൻസുകൾ വരികയുണ്ടായ മെയിൻ കമൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ അവർ ഇതുപോലെ ഇത്ര 30 കോടി രൂപയ്ക്ക് വിറ്റത് OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സ്? ഇതൊക്കെ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ വിറ്റത്? എന്തിനാണ് ചുമ്മാ കള്ളം പറയുന്നത്? നിന്റെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? നിന്റെ കയ്യിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഉണ്ടോ? നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരികയുണ്ടായി. അപ്പം ഇതിൽ ചില മോഹൻലാൽ ഫാൻസിന് മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിറ്റത് ഇത്രയും രൂപയ്ക്കാണെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ OTT റൈറ്റ്സ് ഒക്കെ കൂടുതൽ എമൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ OTT-കാർ എടുക്കുന്നില്ല എന്നൊക്കെ ചില മോഹൻലാൽ ഫാൻസ് അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടുണ്ട്. അപ്പം ഞാൻ ഒരു വീഡിയോ ഇടുമ്പം അതിൽ എന്താണ് ഞാൻ പറഞ്ഞത്, ഒരു എവിഡൻസും ഇല്ലാതെയാണോ ഞാൻ വീഡിയോ ഇട്ടത് എന്നുള്ള കാര്യം തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പോവുകയാണ്. എനിക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, എങ്ങനെയാണ് എനിക്ക് ഈ ഒരു വിവരം കിട്ടിയത് എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾ വെളിവാക്കാൻ പോവുകയാണ്. ഈ സൈഡിൽ നിങ്ങൾക്കിപ്പോൾ വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് റിപ്പോർട്ടർ ടിവിയിലെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് അവർ പ്രത്യേകിച്ച് എടുത്തു കൊടുത്തിട്ടുള്ള അവരുടെ പോസ്റ്റർ തന്നെയാണ് ഞാൻ ഒരു തമ്പനയിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെടുത്ത് പറയുന്നുണ്ട്, കിങ് ഓഫ് കൊത്തയ്ക്ക് താഴെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് കച്ചവടം എന്നവർ പറയുന്നുണ്ട്. അതിനകത്ത് OTT മാത്രമേ ഉള്ളൂ എങ്കിലും വേറെ പല ന്യൂസുകളിലും അതിനകത്ത് OTT പ്ലസ് സാറ്റലൈറ്റ് ആണെന്ന് ആർക്കും അറിയാം. ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സാറ്റലൈറ്റ്, ഏഷ്യാനെറ്റിന് സാറ്റലൈറ്റും ബാക്കി ഇവർക്ക് OTT കണ്ടന്റുമാണ് വിൽക്കുന്നത് എന്നുള്ള കാര്യം കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം കിങ് ഓഫ് കൊത്തയ്ക്ക് താഴെയാണ് ഈ സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് മനസ്സിലായി കാണും. ഇനി അടുത്ത രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് ഞാൻ 30 കോടിയിൽ നിന്ന് ഞാൻ ഊഹിച്ചെടുത്തത് എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഞാൻ ഇപ്പോൾ നെറ്റിലൂടെ സെർച്ച് ചെയ്യുന്നുണ്ട് കിങ് ഓഫ് കൊത്തയുടെ OTT സാറ്റലൈറ്റ് കച്ചവടം എത്ര രൂപയ്ക്കാണെന്ന്. അപ്പോൾ അതിൽ വ്യക്തമായിട്ടുണ്ട് 40 കോടി രൂപയ്ക്കാണ് കിങ് ഓഫ് കൊത്ത വിറ്റ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് അതിനും താഴെയാണ്. കാരണം ഇത് രണ്ടാമത്തേതാണെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് വിട്ടിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് പല ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്നുണ്ട്, സെക്കൻഡ് ബെസ്റ്റ് OTT കച്ചവടം മലയാളത്തിൽ നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മോഹൻലാൽ ഫാൻസിന് ചിലപ്പോൾ ചുരുങ്ങി വരാം. കാരണം മോഹൻലാൽ ഫാൻസ് പ്രതീക്ഷയൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ പറയല്ലോ, ഇപ്പോൾ ഇത് ലാലേട്ടനെ കുറിച്ചുള്ള വീഡിയോ ആണ്, പക്ഷേ മോഹൻലാലിനെ എതിർത്തല്ല ഈ വീഡിയോ ചെയ്യുന്നത്, ആ സിനിമയെ എതിർത്തുമല്ല, ഫാൻസുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം മോഹൻലാലിന് ഒരിക്കലും എതിരല്ല ഈ ചാനൽ. മമ്മൂട്ടി മോഹൻലാലും അല്ല ഈ സിനിമയ്ക്ക് ഈ ചാനലിൽ ചെലവിൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ മമ്മൂട്ടി സിനിമകൾ ഞാൻ ഇപ്പം പറയുകയാണ്, നിങ്ങൾക്ക് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, മമ്മൂട്ടി സിനിമകളിൽ ഇപ്പോൾ ഇനി അടുത്ത് പ്രതീക്ഷയുള്ള ഒരു സിനിമകൾ പോലും എനിക്കില്ല. പക്ഷേ മോഹൻലാൽ സിനിമകളിൽ പ്രതീക്ഷയുള്ള സിനിമയാണ് തുടരും എന്നുള്ള സിനിമ. മമ്മൂട്ടി സിനിമയിൽ ഒരു സിനിമയ്ക്ക് ഒരു പ്രതീക്ഷയില്ല. ഡൊമിനിക്കിനും ഇല്ലായിരുന്നു. ബസ്സൂക്കൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അത് പാളി. കാരണം ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് പോയി കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ എനിക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഞാൻ ഇടാം. അല്ലാതെ ഞാൻ മമ്മൂട്ടിയുടെ ഒരു ഇത് പ്രൊമോഷൻ ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ ഈ ഒരു ചാനലിൽ മമ്മൂട്ടിക്ക് എതിരായിട്ടുള്ള ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഇടാതിരിക്കില്ല. അതുള്ള കാര്യത്തിൽ 100% ഉറപ്പ് പറയുകയാണ്. കാരണം ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. പല വീഡിയോകളിലും മോഹൻലാൽ ഫാൻസ് താഴെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടി ഫാൻസ് എതിർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫാൻ ബേസിസിലല്ല ഈ ചാനൽ നടത്തുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. പലർക്കും അറിയാം ഞാൻ ഇതിനകത്ത് രണ്ടുപേരെക്കുറിച്ച് രണ്ട് ഭാഗത്തുള്ള ന്യൂസുകൾ വെളിവിടാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ ഒരു ശക്തമായിട്ടുള്ളൊരു മലയാളത്തിലൊരു ചാനലാണ് റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ നുണ പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം നിങ്ങളടുത്ത് ഞാൻ അന്ന് നമ്മുടെ ഗോകുലം ഗോപാലൻ ചേട്ടൻ്റെ വീഡിയോ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഗോകുലം ഗോപാലൻ ചേട്ടൻ കള്ളം പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള ഒരു ന്യായീകരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെ നിന്നാണ് ഈ സിനിമയുടെ OTT കച്ചവടം കിങ് ഓഫ് കൊത്തയ്ക്ക് താഴെയാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് പല ന്യായീകരണങ്ങളും കാണും, അതിനൊക്കെ ഞാൻ ഉത്തരങ്ങൾ തരാം. അല്ല, ഒരു മര്യാദ വേണ്ടേ? അല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിക്കണം, യഥാർത്ഥം ഉണ്ടോ, അതിൽ എന്തെങ്കിലും പതിരുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാതെ ചുമ്മാ വന്ന് കമന്റ് ബോക്സിനകത്ത് കയറി നിന്നിട്ട് നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയ വിവരം, എവിടെ നിന്ന് 87 കോടി 90 കോടി ഒരു പൊട്ടം പറയാണ്. 90 കോടി രൂപയ്ക്കാണ് OTT റൈറ്റ്സ് എമ്പുരാൻ്റെ വിറ്റത്. അവൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു വിറ്റത്, എനിക്കറിഞ്ഞൂടാ. ഒരു പൊട്ടൻ. അവൻ ഇംഗ്ലീഷിലാണ് കമന്റ് ഇടുന്നത്. സാധാരണ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അവൻ പറയുന്നത് 90 കോടി രൂപയ്ക്കാണ് OTT കച്ചവടം. എങ്കിൽ പിന്നെ നേരത്തെ തന്നെ അവൻ വീട്ടിൽ പോയി ഇതിന്റെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ അടുത്തും ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് പോയി പറയണം ഇവൻ 90 കോടിക്ക് അത് വിറ്റിട്ടുണ്ടെന്ന്. എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവന് ഒരു വിവരമില്ലാത്തവരാണെന്നുള്ള കാര്യം അവൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് അവൻ്റെ കമന്റിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ഇട്ടിരിക്കുന്നത് തെളിവോട് കൂടിയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവ് തരാം. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാം. ഈ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് തെളിവാണെങ്കിലും തരാം. ഇതിൻ്റെ 90 കോടിയോ 100 കോടിയോ തെളിവുണ്ടെങ്കിൽ ഞാൻ അത് കൊടുത്തിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇതിന്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പം ഈ തെളിവ് കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എടുത്ത്, ഒരിക്കലും ഒരു മോഹൻലാലിന്റെയോ മമ്മൂട്ടിയോ ചാനലല്ല. മമ്മൂട്ടിക്ക് എതിരായിട്ടുള്ള വീഡിയോകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ സാധിക്കും, എത്ര വീഡിയോ ആണ് ഞാൻ എടുത്തു തരാം. അങ്ങനെ ഒരു നടന് വേണ്ടിയുള്ള ചാനലല്ല ഇത്.
ഞാനൊരു മമ്മൂട്ടി ഫാനാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. ബാക്കിയുള്ളവർ പറയാതിരിക്കുന്നത് പോലെ ഞാൻ പറയാതിരുന്നില്ല. ഞാൻ ആരുടെ ഫാനല്ല, ഞാൻ ഒരു ഇതായിട്ട് ഞാൻ പറയാം ഞാൻ ആരുടെ മമ്മൂട്ടി എനിക്ക് മോഹൻലാലിന് ഇഷ്ടമാണ് എന്നുള്ള ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ്. പക്ഷേ മോഹൻലാലിൻ്റെ അടുത്ത് എനിക്കൊരു വെറുപ്പില്ല. ഞാൻ ഒരു മോഹൻലാൽ ഹേറ്റർ അല്ലെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ മോഹൻലാൽ ഫാനല്ല, നിങ്ങൾ മമ്മൂട്ടി ഹേറ്ററാണ് അതിലേക്കാളും കൂടുതലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. കാരണം നിങ്ങളെ കമൻറ്റ് കണ്ടാൽ ഞാൻ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം നന്ദി, നമസ്കാരം.